ഹലോ എവരി വൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസ്കോപ്പ് എന്താണ്, മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ഏതൊക്കെയാണ്, അതുപോലെ മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സയൻസിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ് എന്നും മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്നും അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പല ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പുകൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നും ഓരോന്നിന്റെയും പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അതിനകത്തുനിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായ ഒരു ബയോളജിയുടെ ബ്രാഞ്ചാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സൈറ്റോളജി എന്ന് പറയാം. അതായത് സെൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈറ്റോളജിയിൽ എന്താണ്, ഹിസ്റ്റോറിക്കലായിട്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപാട് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നതുകൊണ്ടാണ് ഇത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിട്ട് സെൽ ബയോളജി എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തു വന്നത്. അപ്പോ ഈ സെല്ലിന്റെ കാര്യത്തിൽ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്സിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള എന്താണ് ഡിസ്കവറീസ്, സെൽസിനെ ബേസ് ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള ഡിസ്കവറീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്, നമ്മൾ കുറെ പേരെ ഇതിനകത്ത് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹം തന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1665 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനില് അവിടെ എന്താണ് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനെ കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു നമ്മളുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആള്. നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ ഇമേജ് ആണ് ഈ കാണുന്നത്. അപ്പം ഇദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, 1665 ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനില് എന്താണ് എക്യുപ്മെന്റ്സ് കീപ്പ് ചെയ്യുന്ന ആളായിരുന്നു നമ്മുടെ റോബർട്ട് ഹുക്ക്, അല്ലെ? ആ സമയത്ത് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം ഈ പറയുന്ന വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ സയൻസിലൊക്കെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ എന്ത് ഡെവലപ്പ് ചെയ്തു, ഒരു മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പോ ഈ മൈക്രോസ്കോപ്പ് ആണ്, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത മൈക്രോസ്കോപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇതാണ് നമ്മുടെ റോബർട്ട് ഹുക്ക് തനിയെ എന്ത് ചെയ്ത ഡെവലപ്പ് ചെയ്ത മൈക്രോസ്കോപ്പ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ആണിത്. അപ്പൊ ഈ ഒരു മൈക്രോസ്കോപ്പിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ കോർക്ക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പ്ലാന്റിന്റെ ഒരു വുഡൻ പാർട്ടാണ്, ഒരു ചെറിയൊരു പാർട്ട്, അതിനകത്തെ പീസ് സ്ലൈസ് എടുത്തിട്ട് അദ്ദേഹം ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തു. അപ്പോ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പം അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് ഇതാണ്. അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിലൂടെ ഈ പറയുന്ന കോർക്കിന്റെ പീസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോ അദ്ദേഹത്തിന് തോന്നിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താണ്, ഏകദേശം നമ്മളുടെ ഹണികോം സ്ട്രക്ചേഴ്സ് പോലെ, അതായത് ഏകദേശം ഇങ്ങനെയാണ് നമുക്കറിയാം, നമ്മുടെ ഹണികോമ്പിന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെ? ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹണികോമ്പിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ പറയുന്ന സ്ലൈസസിനെ, അതായത് നമ്മളുടെ കോർക്കിന്റെ പീസസിനെ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് തോന്നിയത് ഏകദേശം ഒരു ഹണികോം സ്ട്രക്ചർ ആണ് അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റിയത്. അപ്പൊ അദ്ദേഹം ഈ കണ്ട ആ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം സെല്ലുലേ എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചത്? സെല്ലുലേ എന്ന് വിളിച്ചു. ഈ ഒരു സെല്ലുലേ എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മോൾ ചേമ്പേഴ്സ് എന്നാണ്. എന്താണ് സെല്ലുലേ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? സ്മോൾ ചേമ്പേഴ്സ്, അല്ലെ? ചെറിയ ചെറിയ ചേമ്പേഴ്സ് പോലെയാണ് ഈ പറയുന്ന ആര് കാണപ്പെടുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പിനകത്തൂടി നമ്മളുടെ ഹുക്ക് ഒബ്സർവ് ചെയ്തപ്പം ഈ പറയുന്ന നമ്മുടെ കോക്കിന്റെ സ്ലൈസസിനെ ഒബ്സർവ് ചെയ്തപ്പോ കണ്ടത് ചെറിയ ചെറിയ എന്താണ് ഹണികോം സ്ട്രക്ചേഴ്സ് പോലെയുള്ള ഒന്നിനെയാണ്. അപ്പൊ അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? സെല്ലുലേ എന്ന് വിളിച്ചു. ആ സെല്ലുലേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്മോൾ ചേമ്പേഴ്സ് എന്നാണ്, അതായത് ചെറിയ ചെറിയ ചേമ്പേഴ്സ്. ഈ പറയുന്ന സെല്ലുലേ എന്ന് പറയുന്ന ടേമിൽ നിന്നുമാണ് പിന്നീട് സെൽ എന്ന് പറയുന്ന ടേം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് ഒരു സെല്ലിനെ ഒബ്സർവ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിലൂടെ, അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് എന്ത് ഒബ്സർവ് ചെയ്തത്?
സെല്ലിനെ ഒബ്സർവ് ചെയ്തത് ആരാണ്? നമ്മളുടെ റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ, അപ്പൊ റോബർട്ട് ഹുക്ക് ആണ് നമ്മളുടെ സെല്ലിനെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത ആള്. ഇത്രയാണ് നമ്മളുടെ റോബർട്ട് ഹുക്കിന്റെ എന്തെന്ന് പറയുന്നത് കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ റോബർട്ട് ഹുക്ക് എന്താണ് ചെയ്തത്? റോബർട്ട് ഹുക്ക് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടി ആദ്യമായിട്ട് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? ഒരു കോർക്കിന്റെ പീസിനെ എടുത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഈ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ ചേംബേഴ്സ്, ഏകദേശം നമ്മുടെ ഹണികോം സ്ട്രക്ചേഴ്സ് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ആ ഒരു സ്ട്രക്ചറിനെ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ലുലേ എന്ന് വിളിച്ചു. ആ സെല്ലുലേ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലിറ്റിൽ ചേംബേഴ്സ് അല്ലെ, ലിറ്റിൽ ചേംബേഴ്സ് എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ലിറ്റിൽ ചേംബേഴ്സിൽ നിന്നുമാണ്, അല്ലെങ്കിൽ സെല്ലുലേ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നുമാണ് പിന്നീട് സെൽ എന്ന് പറയുന്ന ആ ഒരു ടേം ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റോബർട്ട് ഹുക്ക് ചെയ്ത നമ്മുടെ സെൽ ബയോളജിയിൽ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺട്രിബ്യൂഷന് ശേഷം, അതായത് ഒരുപാട് സയന്റിസ്റ്റുകൾ സെല്ലുകളെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സെൽ ബയോളജിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സെൽ ബയോളജി എന്ന് പറയുന്ന ബയോളജിയിലെ തന്നെ ഒരു ബ്രാഞ്ചിന്റെ ഡെവലപ്മെന്റ് ആയിരുന്നു ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ സെല്ലിനെ റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? മുമ്പോട്ടേക്ക് വന്നു. ആ മുമ്പോട്ടേക്ക് വന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം എന്തായിരുന്നു? നമ്മുടെ സയന്റിഫിക് വേൾഡിന് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ തിയറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോ നമ്മുടെ റോബർട്ട് ഹുക്കിന്റെ ഈ ഒരു സെല്ലിന്റെ ഒബ്സർവേഷന് ശേഷം നമ്മുടെ കോർക്കിൽ നിന്നും അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത മൈക്രോസ്കോപ്പിൽ നിന്നും സെൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വേറൊരു സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേരാണ് ലിവൻ ഹുക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മൈക്രോസ്കോപ്പിലൂടെ ലിവിങ് സെല്ലിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തു. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ്, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. എന്താണ്? ആന്റോൺ വോൺ ലിവൻ ഹുക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തു? 1665 നമ്മളുടെ റോബർട്ട് ഹുക്ക് എന്ത് ഒബ്സർവ് ചെയ്തു? സെല്ലിനെ കോർക്കിന്റെ പീസസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന നമ്മുടെ ലിവൻ ഹുക്ക് എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്യുകയും അദ്ദേഹം എന്ത് ചെയ്തു? ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതും ഒരു കോൺട്രിബ്യൂഷൻ ആണ്, നമ്മളുടെ എന്താണ്, സെൽ ബയോളജിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആരുടെ? ആന്റോൺ വോൺ ലിവൻ ഹുക്കിന്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ആള്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ സെൽ ബയോളജി, അല്ലെങ്കിൽ നമ്മുടെ സെൽ ബയോളജി എന്ന് പറയുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഒരുപാട് ശാസ്ത്രജ്ഞന്മാര്, ഒരുപാട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഈ സെൽ ബയോളജിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സയന്റിസ്റ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മളുടെ റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ്, റോബർട്ട് ബ്രൗൺ. അപ്പൊ ഇതാണ് നമ്മളുടെ റോബർട്ട് ബ്രൗൺ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഏകദേശം ഈ ഒരു സിമിലർ ഇമേജ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇദ്ദേഹം റോബർട്ട് ബ്രൗൺ, നമുക്കെല്ലാം അറിയാം സെൽ എന്ന് പറയുന്നത്, സെല്ലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ സെല്ലിനെ കുറിച്ചൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ വരെ വന്നത്, അല്ലെ? അപ്പൊ സെല്ലിന്റെ സെൻട്രലിൽ, അല്ലെങ്കിൽ സെല്ലിന്റെ എല്ലാ പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിംഗ് യൂണിറ്റ് ഉണ്ട്. അതാണ് നമ്മളുടെ ന്യൂക്ലിയസ്, അല്ലെ? നമ്മുടെ സെല്ലിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയസിനെ ആദ്യമായി കണ്ടെത്തിയത്, സെല്ലിനകത്ത് ഇങ്ങനെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കൺട്രോളിംഗ് യൂണിറ്റ് ഉണ്ട്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ റോബർട്ട് ബ്രൗൺ ആണ് കണ്ടുപിടിച്ചത്. അതായത് സെല്ലിന്റെ സെൻട്രലായിട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ പാർട്ട് ഉണ്ട്. ആ പാർട്ടാണ് ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസ്. അത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരാണ്? 1831 റോബർട്ട് ബ്രൗൺ ആണ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഓക്കെ, അതായിരുന്നു റോബർട്ട് ബ്രൗണിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി
അടുത്ത രണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്ന രണ്ട് ജർമ്മൻ സയന്റിസ്റ്റുകളാണ് MJ ഷീൽഡനും അതുപോലെ തിയഡോർ ഷ്വാനും. ഓക്കെ, MJ ഷീൽഡൻ ആൻഡ് തിയഡോർ ഷ്വാൻ. ഈ രണ്ടുപേരും തന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇവരാണ് നമ്മളുടെ കഥാനായകന്മാർ, MJ ഷീൽഡൻ ആൻഡ് തിയഡോർ ഷ്വാൻ. ഈ രണ്ടുപേരും ജർമ്മൻ സയന്റിസ്റ്റുകളാണ്. ഈ രണ്ട് സയന്റിസ്റ്റുകളും തന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ഓർക്കും എന്തായിരിക്കും ഇതിന് മാത്രം വലിയൊരു കോൺട്രിബ്യൂഷൻ ഇവർ ചെയ്തതെന്ന്, അല്ലെ? അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മളുടെ ഷീൽഡനെ എടുക്കാം. ഷീൽഡന്റെ കേസിൽ ഷീൽഡൻ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ പ്ലാന്റ്സ് എന്താണ്, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അല്ലെ? ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ ആനിമൽസും ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ നമ്മളുടെ ഷീൽഡൻ കണ്ടുപിടിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സ് ലിവിങ് ആണെന്നുള്ളതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, അല്ലെ? അപ്പോൾ നമ്മുടെ ഈ ലിവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് മേഡ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചത് നമ്മളുടെ MJ ഷീൽഡൻ ആണ്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സ് മേഡ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചത് നമ്മളുടെ MJ ഷീൽഡൻ ആണ്. അപ്പം എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? എന്താണ്? he find out that the body of plant is made up of cells. സെൽസ് കൊണ്ടാണ് പ്ലാന്റ് ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം 1838 കണ്ടുപിടിച്ചത്. 1838 അദ്ദേഹം കണ്ടുപിടിച്ച എന്താണ്? നമ്മുടെ പ്ലാന്റിന്റെ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇനി നമ്മളുടെ MJ ഷീൽഡൻ ഇതാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഷ്വാൻ എന്തായിരിക്കും കണ്ടുപിടിച്ചത്? നമുക്കറിയാം നമ്മളെല്ലാം ആനിമൽസ് ആണ്, അല്ലെ? ഹ്യൂമൻ ബീങ് ഒരു ആനിമൽ ആണ്. അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഈ ആനിമൽസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ആനിമൽസിന്റെ ബോഡിയും മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് നമ്മളുടെ തിയഡോർ ഷ്വാൻ എന്ന് പറയുന്നത്. ഓക്കെ, തിയഡോർ ഷ്വാൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ആനിമലിന്റെ ബോഡിയും മേഡ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ തിയഡോർ ഷ്വാൻ ആണ്. അപ്പൊ ഈ ഷ്വാന് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് നമ്മുടെ ഷീൽഡൻ ഈ ഒരു കണ്ടുപിടുത്തം നടത്തി 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് 1839 അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം MJ ഷീൽഡനും ഷ്വാനും എന്താണ് കണ്ടുപിടിച്ചത്? MJ ഷീൽഡൻ പറഞ്ഞു പ്ലാന്റ് ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. ഷ്വാൻ പറഞ്ഞു ആനിമൽ ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് ആരെ കൊണ്ടാണ്? സെൽസ് കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് അവർ കൊണ്ടുവന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ MJ ഷീൽഡനും തിയഡോർ ഷ്വാനും നൽകിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ MJ ഷീൽഡനും ഷ്വാനും കൂടി ചേർന്നിട്ട് പറഞ്ഞു പ്ലാന്റ് ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്, അതുപോലെ തന്നെ ആനിമൽ ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചു. ഇതുകൂടാതെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെൽ ബയോളജിയിൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെല്ലിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിസ്കവറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളുടെ MJ ഷീൽഡനും തിയഡോർ ഷ്വാനും കൂടി ചേർന്ന് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തു. ആ തിയറിയാണ് സെൽ തിയറി എന്നറിയപ്പെടുന്നത്. എന്ത്? സെൽ തിയറി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സെൽ തിയറി ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് വെച്ചത്? നമ്മളുടെ MJ ഷീൽഡനും തിയഡോർ ഷ്വാനും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സെൽ തിയറി മുമ്പോട്ടേക്ക് വെച്ചത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഓർക്കും ഈ പറയുന്ന തിയറി എന്തൊക്കെയായിരിക്കും ഈ തിയറിക്കകത്തുള്ളതെന്ന്, അല്ലെ? അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. MJ ഷീൽഡനും തിയഡോർ ഷ്വാനും കണ്ടുപിടിച്ച കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? അതായത് പ്ലാന്റ് ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ഷീൽഡൻ പറഞ്ഞു. അതേസമയത്ത് ഷ്വാൻ എന്താ പറഞ്ഞേ? ഷ്വാൻ പറഞ്ഞു ആനിമൽ ബോഡി മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന്, അല്ലെ? ഇതാണ് അവർ രണ്ടുപേരും പറഞ്ഞ കാര്യം. നമ്മളുടെ MJ ഷീൽഡനും ഷ്വാനൂടെ പ്രപ്പോസ് ചെയ്ത സെൽ തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എല്ലാ ഓർഗാനിസമും മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇനി അവർ പ്രൊവൈഡ് ചെയ്ത സെൽ തിയറിയുടെ രണ്ടാമത് ഒരു പോയിന്റും കൂടി ഉണ്ട്. അതായത് നമുക്കറിയാം നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ബോഡി എന്ന് പറയുന്നത്, അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെല്ലിന്റെ ഫങ്ഷനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അല്ലെങ്കിൽ സെല്ല് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ഓർഗാനിസത്തിന്റെ എൻറ്റയർ ആയിട്ടുള്ള ആക്ടിവിറ്റിയും
എന്ത് ചെയ്തു പോകുന്നത്, അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സെൽ ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് ലൈഫിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽ എന്ന് അവരെന്ത് ചെയ്തു, മുമ്പോട്ടേക്ക് വെച്ചു. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ നമ്മുടെ സെൽ തിയറിയുടെ മേജർ രണ്ട് പോയിന്റ്സുകൾ അല്ലെങ്കിൽ പോസ്റ്റ്ലേറ്റ്സുകളാണ്. ഒന്നാമത്തേത് എന്താണ്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ഓർഗാനിസംസും മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സെല്ല് കൊണ്ടാണ്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽ ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് സെൽ തിയറിയിലൂടെ അവര് എന്ത് ചെയ്തത്, മുമ്പോട്ടേക്ക് വെച്ചത്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റുകളാണ് അവരെന്ത് ചെയ്തത്, മുമ്പോട്ടേക്ക് വെച്ചത് അല്ലെ. ഈ രണ്ട് പോയിന്റുകൾ അല്ലേ, എന്താണ്, ദ ബോഡി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെൽസ് ആർ ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ് അല്ലെ. ഓർഗാനിസംസ് എന്ന് പറയുന്നതിലും ലൈഫ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി എന്താണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്താണ്, എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ സെല്ലുകളാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേരിൽ പറയുന്ന ആ ഒരു ലിറ്റിൽ ചേംബേഴ്സ് എന്ന് പറയുന്ന ആരാ, നമ്മുടെ സെൽസ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന സെൽസിനെ കുറിച്ചും സെല്ലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഈ രണ്ട് തിയറീസ് ആണ്, അല്ലെങ്കിൽ ഈ രണ്ട് മെയിൻ കോൺസെപ്റ്റുകളാണ് ആര് മുമ്പോട്ടേക്ക് വെച്ചത്, നമ്മുടെ MJ ഷീൽഡനും തിയഡോർ ഷ്വാനും കൂടി നമ്മുടെ സെൽ തിയറിയിലൂടെ മുമ്പോട്ടേക്ക് വെച്ചത്. ഇനി ഈ ഒരു തിയറി, സെൽ തിയറി ഒക്കെ അവർ ഫോർമുലേറ്റ് ചെയ്ത് കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരൊറ്റ സെല്ല് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഹയർ ഓർഗാനിസത്തിന്റെ കേസിലൊക്കെ നോക്കുവാണെങ്കിൽ എന്താണ്, ഇവര് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ വൺ സെല്ല് കൊണ്ടായിരിക്കും അല്ലെ. അപ്പം എങ്ങനെയായിരിക്കും ഈ സെല്ല് ഫോം ചെയ്തേക്കുന്നത് എന്ന് ആര് പറഞ്ഞിട്ടില്ല, നമ്മുടെ സെൽ തിയറിയിലൂടെ നമ്മളുടെ ഷീൽഡനും ഷ്വാനും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ ഈ പറയുന്ന സെൽ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഫോം ചെയ്ത്, അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് എങ്ങനെയായിരിക്കും അടുത്ത സെല്ല് ഫോം ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണോ സെല്ല് ഫോം ചെയ്ത് വരികയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് വരാം. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ നമുക്ക് തന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ് റിഡോൾഫ് വിർഷോ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇദ്ദേഹമാണ് റിഡോൾഫ് വിർഷോ. അപ്പൊ ഇദ്ദേഹമാണ് പറഞ്ഞത് നമ്മളുടെ സെൽ എന്ന് പറയുന്നത് എന്താണ്, അവയ്ക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു സെല്ലാണെന്ന് വെച്ചു. ഈ സെല്ലിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് നമ്മളുടെ സെല്ല്, ഈ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം ആ ഡിവൈഡ് ചെയ്ത സെല്ല് എന്തായിട്ട് മാറും, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സെല്ലായിട്ട് എന്ത് ചെയ്യും, മാറും അല്ലെ. അപ്പൊ ഈ ഒരു കണ്ടുപിടുത്തം, അതായത് സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചത് ആരാണ്, നമ്മുടെ റിഡോൾഫ് വിർഷോ എന്ന് പറയുന്ന നമ്മുടെ ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു കണ്ടുപിടുത്തം എന്ത് ചെയ്തത്, നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അതായത് എന്താണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൽ ഉണ്ടായിരിക്കും, ആ സെല്ലിന് എന്തുണ്ട്, ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ ഡിവൈഡിങ് സെല്ലിൽ നിന്നും പുതിയതായിട്ട് എന്ത് ഫോം ചെയ്യും, പുതിയ സെൽസ് ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നതും എന്താണ്, ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളുടെ സെൽ ബയോളജിയിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ, അതായത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ല് നമുക്കുണ്ടായിരിക്കും. ഈ സെല്ലിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവര് പയ്യെ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് രണ്ട് സെല്ലായിട്ട് മാറും. ഓക്കെ, ഇതൊരു സെല്ല്, അതുപോലെ തന്നെ ഇതൊരു സെല്ല്. ഇനി ഈ ഡിവൈഡ് ചെയ്ത് പുതിയതായിട്ട് ഫോം ചെയ്ത സെല്ലിനും എന്തുണ്ട്, ഇവയ്ക്കും ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന സെല്ലിനും എന്ത് എബിലിറ്റി ഉണ്ട്, ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന്റെ അകത്തുനിന്ന് വീണ്ടും പുതിയ സെല്ലുകൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും.
ഇതിനകത്തുനിന്നും എന്ത് ചെയ്യും? പുതിയ സെൽസ് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പുതിയ സെല്ല് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിലും ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ആ ഒരു ഓർഗാനിസം ഫോം ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നുമാണ്. ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും ഇത്രയും വലിയൊരു ഓർഗാനിസം ആയിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഫീറ്റസ് ആയിട്ട് ഡെലിവർ ചെയ്യുമ്പോൾ അതൊരു മനുഷ്യക്കുഞ്ഞായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത്തരത്തില് ഒരുപാട് സെൽ ഡിവിഷൻ നടന്നിട്ടാണ് അവിടെ ആര് ഫോം ചെയ്തേക്കുന്നത്? ഹ്യൂമൻ ബീങ്സ് ഫോം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോ എന്താണ്? ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയതായിട്ടുള്ള സെല്ലുകൾ ഫോം ചെയ്യൂ എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര്? നമ്മുടെ റുഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം കണ്ടുപിടിച്ച ഈ ഒരു കണ്ടുപിടുത്തം പിന്നീടാണ് ഒരു 1858 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അപ്പോ ഈ ഒരു കാര്യം കൂടി നമ്മളുടെ സെൽ തിയറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷീൽഡനും ഷ്വാനും കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? എല്ലാ ലിവിങ് ഓർഗാനിസംസും മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണ്. അതാണ് എന്ത്? ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഈ 2 പോയിന്റ്സുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അഡീഷണലി സെൽ തിയറിയിൽ ഒരു പോയിന്റും കൂടിയുണ്ട്. അതാണ് എന്താണ്? ന്യൂ സെൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ സെല്ല് ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റും കൂടി സെൽ തിയറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്? സെൽ തിയറിയുടെ എന്താണ്? ഒരു പോയിന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മേജർ കൺസെപ്റ്റ് കൂടിയാണ് എന്ത്? ഈ പറയുന്ന റുഡോൾഫ് വിർഷോയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കവറി എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയായിരുന്നു? The new cells are arises only from existing cell. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമാണ് പുതിയൊരു സെല്ല് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അത് എന്നാണ് കണ്ടുപിടിച്ചത്? 1858 അദ്ദേഹം ഈ ഒരു ഡിസ്കവറി നടത്തിയത്. അപ്പൊ ഈ പറയുന്ന കാര്യം കൂടി എന്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സെൽ തിയറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ പറയുന്ന കാര്യവും കൂടി നമ്മുടെ സെൽ തിയറിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളുക കേട്ടോ. അപ്പൊ ഈ സെല്ലിനെ കുറിച്ച് പറഞ്ഞു, സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ച് പറഞ്ഞു, ഈ ഒരു സെൽ ബയോളജിയിൽ ഓരോ സയന്റിസ്റ്റുകളും ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ പറയുന്ന സെല്ലിന്റെ ഫംഗ്ഷൻ, അല്ലെ? എന്തിനാണ് ഈ സെൽ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന സെല്ലിന്റെ ഫംഗ്ഷൻ? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്, ഫങ്ഷണൽ യൂണിറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സെല്ലിനകത്താണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിന്റെയും മേജർ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സെല്ലാണ്. അപ്പൊ ഈ സെല്ലിന് പല പല ഫങ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കുറച്ച് ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് മേജർ ആയിട്ട് പറയുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബയോമോളിക്യൂൾസിന്റെ സിന്തസിസ് ആണ്. ഈ ബയോമോളിക്യൂൾസിന്റെ സിന്തസിസ് നമ്മുടെ സെല്ലിനകത്ത് നടക്കുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള പ്രോട്ടീനുകൾ, അതുപോലെയുള്ള പലതരത്തിലുള്ള ലിപ്പിഡുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ബയോമോളിക്യൂൾസുകളുടെ സിന്തസിസ് നടക്കുന്നത് ഇൻസൈഡ് ദ സെല്ലിലായിരിക്കും. അപ്പോ അത് മാത്രമല്ല, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടും, അല്ലെ? ന്യൂട്രിയൻസ് കിട്ടും. ഈ ന്യൂട്രിയൻസ് ഒക്കെ എന്തിനാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സെല്ലില് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സെല്ലില് ന്യൂട്രിയൻസ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കാണും, അല്ലെ? ആ ന്യൂട്രിയൻസിനെ നമ്മുടെ സെല്ല് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ എനർജി റിലീസ് ചെയ്യും. അത് നമ്മളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡേയ്സിലും നടക്കുന്ന ഓരോരോ ആക്ടിവിറ്റീസിനാണ്, ഡേയ്സ് വേണ്ട, ഒരു മിനിറ്റിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി നമ്മളുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ പോലും നമുക്ക് അതിന് എന്ത് വേണം? എനർജി വേണം. അപ്പൊ ഇത്തരത്തിലുള്ള എനർജി എന്ത് ചെയ്യാനായിട്ട്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസിനെ യൂസ് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സെല്ല് വഴിയാണ് ആ ഒരു എനർജി റിലീസ് നടക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? റിലീസ് ഓഫ് എനർജി, അല്ലെ? എനർജീനെ എന്ത് ചെയ്യുക? റിലീസ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സെല്ലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ
ഒരുപാട് ഇങ്ങനെ പുറത്തൂടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡിയിൽ ഒരുപാട് പതോജൻസും അല്ലെങ്കിൽ ബാക്ടീരിയാസ്, വൈറസുകളൊക്കെ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്യും അല്ലെ? അപ്പൊ ഇങ്ങനെ എൻറ്റർ ചെയ്ത് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പതോജൻസിനെ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ആർക്ക് പറ്റും? നമ്മളുടെ സെല്ലുകൾക്ക് പറ്റും. ഓക്കെ, കാരണം അവരുടെ സെല്ലിന്റെ സർഫസിലൊക്കെ ഒരുപാട് തരത്തിലുള്ള നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. സെല്ലിന്റെ സർഫസിൽ പലതരത്തിലുള്ള റിസപ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ ആക്ടിവിറ്റീസ് കാരണം നമുക്ക് ഈ പറയുന്ന പതോജൻസിനെ, നമ്മുടെ സെല്ലിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പതോജൻസിനെയൊക്കെ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? നമ്മളുടെ സെല്ലിനുണ്ട്. അപ്പൊ എന്താണ്? നമ്മളുടെ ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആർക്കുണ്ട്? ആർക്കുണ്ട്? നമ്മളുടെ സെല്ലിനുണ്ട് അല്ലെ? സെല്ലിന് എന്താണ്? നമ്മുടെ റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്. ഈ ഫോറിൻ പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിച്ചത് മെയിൻ ആയിട്ടും എന്താണ്? നമ്മളുടെ ഈ പറഞ്ഞ പതോജൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അങ്ങനെ പലതരത്തിൽ നമ്മുടെ ബോഡി നമുക്ക് തന്നെ അറിയാം, ഒരു സെല്ലല്ല ഉള്ളത്. നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള സെല്ലുകളുണ്ട് അല്ലെ? അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള സെല്ലുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുപോലെ എന്താണ്? ഇത്തരത്തിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ ബോഡിയിലും എന്തുണ്ട്? പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ബയോമോളിക്യൂൾസിന്റെ സിന്തസിസ് അല്ലെ? പ്രോട്ടീൻ അല്ലെങ്കിൽ ലിപ്പിഡ് പോലെയുള്ള ബയോമോളിക്യൂൾസിന്റെ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ്? ന്യൂട്രിയൻസിൽ നിന്നും എന്താണ്? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനകത്ത് എന്താണ്? പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡിൽ നിന്നും അവരെന്ത് ചെയ്യും? ന്യൂട്രിയൻസിനെ എടുത്ത് ആ ന്യൂട്രിയൻസിൽ നിന്നും അവരെന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ഇനി ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യുക. നമ്മൾ സറൗണ്ടിങ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിലേക്ക് പലതരത്തിലുള്ള പാർട്ടിക്കിൾസ് എൻറ്റർ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എപ്പോഴും ഡിസീസസ് ഉണ്ടാവാനായിട്ടുള്ള സമയം മാത്രമേ കാണത്തുള്ളൂ. എപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സമയമേ കാണത്തുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ പറയുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇത് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? നമ്മളുടെ സെല്ലുകളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ സെല്ലിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എന്താണ്? നമ്മുടെ സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ചും, അതുപോലെ തന്നെ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു കഥ പോലെ ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുത്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ആരെ കുറിച്ചായിരുന്നു? നമ്മുടെ റോബർട്ട് ഹുക്കിനെ കുറിച്ച്. റോബർട്ട് ഹുക്ക് എന്തായിരുന്നു ചെയ്തത്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഒരു സെല്ലിനെ ഒബ്സർവ് ചെയ്തത് ആരാണ്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ്. ആരാണ് ഫസ്റ്റ് നമ്മുടെ സെല്ലിനെ ഒബ്സർവ് ചെയ്തത്? നമ്മുടെ റോബർട്ട് ഹുക്ക് ആണ് ആദ്യമായിട്ട് ആരെ ഒബ്സർവ് ചെയ്തത്? ഒരു സെല്ലിനെ ഫസ്റ്റ് ടൈം ഒബ്സർവ് ചെയ്തത് അദ്ദേഹമായിരുന്നു. ഏത് വർഷമായിരുന്നു? 1665 അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. ഇനി രണ്ടാമതായിട്ട് ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ബ്രൗൺ അല്ലെ? റോബർട്ട് ബ്രൗൺ. എല്ലാം റോബർട്ടുകളാണ്, അതുകൊണ്ട് തെറ്റിപ്പോവരുത്. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തേ? റോബർട്ട് ബ്രൗൺ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ സെല്ലിന്റെ സെൻട്രലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആരാണ്? നമ്മളുടെ റോബർട്ട് ബ്രൗൺ ആണ്. ഏത് വർഷമാണ്? 1831 അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസിനെ, അല്ലെങ്കിൽ സെല്ലിന്റെ സെൻട്രൽ പാർട്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇനി നമ്മളുടെ മേജർ ആയിട്ടുള്ള 2 സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? നമ്മുടെ സെൽ തിയറി കൊണ്ടുവന്ന ആരൊക്കെയായിരുന്നു? നമ്മളുടെ ഷീൽഡനും ഷ്വാനും 2 ജർമ്മൻ സയന്റിസ്റ്റുകളാണ്. അവരെന്ത് ചെയ്തു? അവര്
ഒരു സെൽ തിയറി അങ്ങ് പ്രപ്പോസ് ചെയ്തു അല്ലെ. അവർ കണ്ടുപിടിച്ച കാര്യങ്ങളും അതുപോലെ ഓൾറെഡി എന്താണ് കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഡിസ്കവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാത്തിനെയും കൂടി കൂടി ചേർത്തിട്ട് അവരൊരു സെൽ തിയറി എന്ത് ചെയ്തു, ഫോർമുലേറ്റ് ചെയ്തു. ആ സെൽ തിയറിക്കകത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നേ? ആ സെൽ തിയറിക്കകത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? എല്ലാ ഓർഗാനിസംസും മെയ്ഡ് ചെയ്തിരിക്കുന്നത്, എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്നും ആ സെല്ലാണ് എന്ത്, ആ ഒരു ബോഡിയുടെ ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ സെല്ലാണെന്നും എന്ത് ചെയ്തു അവര് മുമ്പോട്ടേക്ക് വെച്ചു, അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ചു. ആ ഒരു കണ്ടുപിടുത്തമാണ് പിന്നീട് ഒരു സെൽ തിയറി എന്ന് പറയുന്നതായിട്ട് മുമ്പോട്ടേക്ക് വന്നത്. ഇനി അവസാനമായിട്ട് എന്ത് ചെയ്തു, പിന്നെ നമ്മൾ പഠിച്ച ആരെ കുറിച്ചായിരുന്നു? നമ്മളുടെ റിഡോൾഫ് വിർഷോയെ കുറിച്ച് അല്ലെ. റിഡോൾഫ് വിർഷോ എന്തായിരുന്നു ചെയ്തത്? റിഡോൾഫ് വിർഷോ പറഞ്ഞ എന്താ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത് അല്ലെ. ദ ന്യൂ സെൽസ് ആർ അറൈസസ് ഫ്രം ഓൾറെഡി എക്സിസ്റ്റിംഗ് സെൽ, ഓർ വി ക്യാൻ സേ ദാറ്റ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നുമാണ് ന്യൂ സെൽസ് ഫോം ചെയ്തതെന്ന് കണ്ടുപിടിച്ച ആളാണ് ആര്? നമ്മുടെ റിഡോൾഫ് വിർഷോ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടി നമ്മുടെ സെൽ തിയറിക്കകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ സെൽ തിയറി പറയുമ്പം ആ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? നമ്മളുടെ ഫങ്ഷൻസ് അല്ലെ, സെല്ലിന്റെ ഫങ്ഷൻസ്. അപ്പൊ ഫങ്ഷൻസിനകത്ത് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഫങ്ഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തേത് എന്തായിരുന്നു? നമ്മള് സെൽ എന്ന് പറയുന്നത് ബയോ മോളിക്യൂൾസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബയോ മോളിക്യൂൾസിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എന്തായിരുന്നു? എനർജി റിലീസ്, അതായത് ന്യൂട്രിയൻസിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്നത് ആര് വഴിയാണ്? സെൽസിലൂടെ ആയിരിക്കും. പിന്നെ മൂന്നാമത്തേത് ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ സെല്ലിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂഷൻസ്, അതായത് സയന്റിഫിക് സെൽ ബയോളജിയിൽ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ നൽകിയ കോൺട്രിബ്യൂഷൻസ് ഏതാന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു 3 ലെവലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മൾ സെൽ ബയോളജിയിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം തന്നെ. അപ്പൊ ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. Manorama Horizon, learning made simple.